9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഒന്നാമത്തെ യൂണിറ്റ് സമവാക്യ ജോഡികൾ, അതിലെ പാർട്ട് 8, 7ാമത്തെ ചോദ്യം. ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗം u+at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പം ചോദ്യത്തിൽ നമുക്ക് കണ്ടെത്തേണ്ടത് വേഗം കൂടുന്നതിൻ്റെ നിരക്കും പിന്നെ യാത്രയുടെ തുടക്കത്തിലെ വേഗവുമാണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ ചോദ്യം വായിച്ചു നോക്കാം. ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി, അതായത് തുടക്കത്തിലെ വേഗം യു ആണ്. നമ്മളോട് ചോദിക്കുന്നുണ്ട് തുടക്കത്തിലെ വേഗം എന്താണ്, യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തുടക്കത്തിലെ വേഗം യു ആണ്. അപ്പോൾ നമുക്ക് യു കണ്ടെത്തണം. അപ്പം നമുക്ക് ഇവിടെ എഴുതിയേക്കാം തുടക്കത്തിലെ വേഗം അത് യു ആണ്. ഈ യു ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പിന്നെ വേറെ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, വേഗം കൂടുന്നതിൻ്റെ ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി. അപ്പോൾ വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എ മീറ്റർ പെർ സെക്കൻഡാണ്. വേഗം കൂടുന്നതിൻ്റെ നിരക്ക് അതും എഴുതി വെക്കാം. വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? എ ആണ്. വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എ മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് ഒരു സെക്കൻഡിൽ എ മീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട രണ്ട് കാര്യങ്ങളാണിത്. യുവും എയും ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്നും കൂടെ വായിച്ചു നോക്കാം. എന്ന നിരക്കിൽ വേഗം കൂട്ടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗം u+at ആണ്. അതായത് ടി സെക്കൻഡിൽ അതിൻ്റെ വേഗം u+at ആണ്. അതായത് വേഗം സമം u+at ആണ്. വേഗം അല്ലെങ്കിൽ സ്പീഡ് വേഗം സമം u+at ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം സമം u+at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം, ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം, അവിടെ ടി എന്നപ്പോൾ 1 എന്നാണ് വരിക. ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഈ വേഗത്തിന് പകരം നമുക്ക് 5 എഴുതാം. 5 സമം യുവിന് യു തന്നെ കൊടുക്കുക, പ്ലസ് എക്ക് എ തന്നെ കൊടുക്കുക. എ ടി എന്ന് പറഞ്ഞാൽ എ ഗുണിക്കണം ടി എന്നാ. എ ഇൻറ്റു ടി ഒന്നാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി 1 ആണ്. അപ്പം നമുക്ക് ഈ 1 കൊണ്ട് എനെ ഗുണിച്ചാൽ എ തന്നെയാണ് കിട്ടുക. അപ്പോൾ 1ൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 സമം u+a എന്ന് മാത്രം എഴുതിയാൽ മതി. 5 സമം u+a. നമുക്കതൊന്ന് തിരിച്ചെഴുതാം. u+a സമം 5 എന്ന് എഴുതാം. u+a ഒന്നും വ്യത്യാസമില്ല, ഇത് തന്നെ. u+a സമം 5. ഇത് നമുക്ക് ഒന്നാമത്തെ സമവാക്യമാക്കി എടുക്കാം. ഒന്നാമത്തെ സമവാക്യം. ഇനി അടുത്ത ഭാഗം വായിച്ചു നോക്കാം. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും അതാണ് നമ്മൾ ചെയ്തത്. ഇനി അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. അതായത് അഞ്ചാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പം വേഗം 13. അപ്പം 13 സമം ഈ വേഗത്തിന് പകരം 13 എഴുതാം. 13 സമം യു ഇതുപോലെ തന്നെ എഴുതാം. u+a ഇൻറ്റു
ടിക്ക് പകരം എന്ത് വേണം? അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ സെക്കൻഡാണ്. അപ്പം ടിക്ക് പകരം 5. ഇനി ഇവിടെ എ ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 5a ആണ്. അപ്പോൾ നമുക്ക് 13 സമം u പ്ലസ് 5a എന്ന് എഴുതാം. എ ഗുണിക്കണം 5 5a. ഇനി ഇതൊന്ന് തിരിച്ചെഴുതാം. u പ്ലസ് 5a സമം u പ്ലസ് 5a സമം 13 എന്ന് എഴുതാം. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് രണ്ടാമത്തെ സമവാക്യമാക്കി എടുക്കണം. ഇത് രണ്ടാമത്തെ സമവാക്യം. ഇപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ഒന്നാമത്തെ സമവാക്യം നമ്മൾ ഒന്നുകൂടി എടുത്തെഴുതാണ്. u പ്ലസ് എ സമം 5. u പ്ലസ് എ സമം 5. ഇത് ഒന്നാമത്തെ സമവാക്യം ഒന്നുകൂടി എടുത്തെഴുതുന്നതാണ്. ഒന്നാമത്തെ സമവാക്യം അതാണ്. ഇതിൽ നിന്ന് നമുക്ക് u കണ്ടുപിടിക്കാം. u പ്ലസ് എ ആണ് 5. യുവിനോട് എ കൂട്ടിയാൽ 5. അപ്പോൾ ഇതിൽ നിന്ന് u കണ്ടുപിടിക്കാൻ എന്താക്കണം? u സമം 5 കുറയ്ക്കണം എ. u സമം 5 കുറയ്ക്കണം എ. 5 മൈനസ് എ. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതവിടെ വെക്കാം. u സമം 5 മൈനസ് എ ആണ് എന്ന് കണ്ടു. u എന്നാൽ 5 കുറയ്ക്കണം എ ആണ്. ഇനി രണ്ടാമത്തെ സമവാക്യം u പ്ലസ് 5a സമം 13 എന്നാണ്. u പ്ലസ് 5a സമം 13. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. അപ്പോൾ ഇവിടെ u സമം 5 മൈനസ് എ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യുവിന് പകരം ഈ 5 മൈനസ് എ എഴുതാമല്ലോ. അപ്പോൾ ഈ യുവിന് പകരം ഞാൻ 5 മൈനസ് എ എന്ന് എഴുതാം. 5 മൈനസ് എ കൂട്ടണം, ബാക്കിയുള്ള ഭാഗം തന്നെ കൂട്ടണം 5a സമം 13 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ മൈനസ് എ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് 5a അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 5 ഈ മൈനസ് എനെ ഇപ്പുറം കൊണ്ടുവരുന്നത് മാത്രം. 5 കൂട്ടണം 5a ഈ എ ഇപ്പുറം കൊണ്ടുവരാം. മൈനസ് എ സമം 13 എന്ന് കിട്ടി. ഇനി 5a നിന്ന് ഒരു എ കുറച്ചാൽ നമുക്കറിയാം 4a ആണ്. അപ്പോൾ 5 കൂട്ടണം 4a. ഈ 4a കിട്ടിയത് 5a നിന്ന് ഒരു എ കുറയ്ക്കുമ്പം എ എന്നാൽ ഒരു എ ആണ്. 5a നിന്ന് ഒരു എ കുറച്ചാൽ 4a സമം 13. 5 കൂട്ടണം 4a സമം 13 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് 4a എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. 4a സമം 13 നിന്ന് 5 കുറച്ചാൽ മതി. 13 കുറയ്ക്കണം 5 സമം എത്ര കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് a സമം 4a സമം 8 എന്നാണ് കിട്ടിയത്. 4a സമം 8. ഇവിടെ ഒന്നുകൂടി എഴുതാം. 4a സമം 8. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? a കണ്ടെത്താം. a സമം ഇവിടെ എഴുതാം. a സമം 8 ഹരിക്കണം 4. 4 ഗുണിക്കണം a സമം 8 ആകുമ്പോൾ a കാണാൻ 8 ഹരിക്കണം 4. 8/4. 8/4 സമം 2 എന്ന് കിട്ടി. അതായത് a സമം 2 ആണ്. ഇത് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ വേഗം കൂടുന്നതിൻ്റെ നിരക്കാണിത്. വേഗം കൂടുന്നതിൻ്റെ നിരക്ക് a സമം 2 എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് u ആണ്. u സമം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5 മൈനസ് എ ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. 5 മൈനസ് എ. അപ്പോൾ എ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സമം 5 മൈനസ് എക്ക് പകരം 2 എന്ന് എഴുതാം. സമം 3. അതായത് യു സമം 3. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം ഇനി ലാസ്റ്റ്? തുടക്കത്തിലെ വേഗം യു സമം
3. തുടക്കത്തിലെ വേഗം u = 3 എന്നും അതുപോലെ വേഗം കൂടുന്നതിൻ്റെ നിരക്ക് വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എ ആണ്. എത്രയാണ് കിട്ടിയത്? 2 ആണ്. വേഗം കൂടുന്നതിൻ്റെ നിരക്ക് a = 2 എന്നും എഴുതണം. അപ്പോൾ 2 എന്ന് എഴുതുമ്പോൾ 2 m/s എന്ന് എഴുതണേ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്. ഗുഡ് മോർണിംഗ്. 9th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 1 സമവാക്യ ജോഡികൾ, അതിലെ പാർട്ട് 8. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 കണക്കാണ്. 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപ. 3 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ. 1 കിലോഗ്രാം മധുര നാരങ്ങയുടെ വില എത്ര? 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും 520 രൂപയാണെന്നും 3 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും 480 രൂപയാണെന്നും ആണ് ഇവിടെ തന്നത്. അപ്പോൾ നമുക്ക് മധുര നാരങ്ങയുടെ വില x എന്നും ആപ്പിളിൻ്റെ വില y എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം മധുര നാരങ്ങ 2 കിലോഗ്രാം മധുര നാരങ്ങ അതായത് 2x കൂട്ടണം 3 കിലോഗ്രാം ആപ്പിള് 3y സമം എത്രയാണ്? 520 രൂപ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 കിലോഗ്രാം ആപ്പിൾ 3x കൂട്ടണം 2y സമം 480 എന്നെഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2x ആണ്, ഇവിടെ 3x ആണ്, ഇവിടെ 2y ആണ്, ഇവിടെ 3y ആണ്, ഇവിടെ 2y ആണ്. അപ്പോൾ ഇതിലൊന്നും തുല്യമായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും എക്സോ വൈയോ തുല്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ചരത്തിനെ ഇല്ലാതെയാക്കാൻ പറ്റും. കുറച്ചോ കൂട്ടിയോ നമുക്ക് ഒന്നിനെ ഇല്ലാതെയാക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിനെ എക്സിനെയോ വൈനെയോ നമുക്ക് തുല്യമാക്കാൻ എന്ത് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുക, ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 2 6 ആവും. ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 3 6 ആവും. അപ്പോൾ ഇവിടെയും 6x ഇവിടെയും 6x എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സിനെ മാത്രം ഗുണിച്ചാൽ പോരാ, നമ്മൾ ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിലെ എല്ലാ സംഖ്യകളെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. അതാണ് ഇവിടെ ഗുണിക്കണം 3 എന്നെഴുതിയത്. ഇത് ഗുണിക്കണം 3 എന്നെഴുതിയതാണ്. അപ്പോൾ ഒന്നാമത്തെ ഈ സമവാക്യത്തെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 3 2 6 6x കൂട്ടണം 3 3 9 9y സമം 520നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1560 കിട്ടുക. അത് ഗുണിച്ച് നോക്കാം. പിന്നെ ഈ രണ്ടാമത്തെ സമവാക്യത്തെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ഗുണിക്കണം 3 6x കൂട്ടണം 2 ഗുണിക്കണം 2 ഈ 2 4y സമം 480നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 960. ഇതിനെ ഒന്നാമത്തെ സമവാക്യമായും ഇതിനെ രണ്ടാമത്തെ സമവാക്യമായും എഴുതുക. ഇനി ഇതിൽ നിന്ന് RXൽ നിന്ന് RX കുറച്ചാൽ അവിടെ 0 ആവും. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം കുറയ്ക്കാം. അതാണ് ഇവിടെ എഴുതിയത്. സമവാക്യം 1 കുറയ്ക്കണം 2 എന്നാണ് ഇവിടെ എഴുതിയത്. ഉണ്ട് RXൽ നിന്ന് RX കുറയ്ക്കുമ്പോൾ 0 ആണ് കിട്ടുക. അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. 9yൽ നിന്ന് 4y കുറച്ചാൽ 5y എന്ന് കിട്ടും.
5y സമം 1560 നിന്ന് 960 കുറയ്ക്കുമ്പോൾ 600. അപ്പോൾ 5y സമം 600 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് y എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 5y എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം y ആണ്. 5 ഗുണിക്കണം y സമം 600. അങ്ങനെയാകുമ്പം ഇതിലുള്ള y കണ്ടുപിടിക്കാൻ 600നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ y സമം 600 ഹരിക്കണം 5. 600നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 120 കിട്ടുക. നിങ്ങൾ ഹരിച്ച് നോക്കുക. ഇവിടെ മനസ്സുകൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും. 6ൽ 5 ഒരു പ്രാവശ്യമാണ്. 6ൽ ഒരു 5 ഉള്ളൂ. അത് 1 ഇവിടെ എഴുതി. അതിൽ ബാക്കി 1 വരും. ഒരു 5 കഴിഞ്ഞാൽ 6ലേക്ക് 1 ബാക്കി വരിക. ആ 1ൻ്റെ മുന്നിൽ 10 വരുമ്പോൾ 10ൽ 5 2 പ്രാവശ്യം. ഈ 5 10. ഈ 0 ഇവിടെ ചേർക്കുക. അങ്ങനെ മനസ്സിൽ ഹരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് y സമം 120 എന്ന് കിട്ടി. y എന്താണ്? y ആപ്പിളിൻ്റെ വിലയാണ്. ആപ്പിളിൻ്റെ വില 120. 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 120. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 2x കൂട്ടണം 3y സമം 520 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2x കൂട്ടണം 3y സമം 520. അതിൽ വൈയുടെ വില 120 എന്ന് കൊടുക്കുക. അപ്പോൾ 2x കൂട്ടണം 3y ഉള്ള സ്ഥലത്ത് 3 ഗുണിക്കണം വൈയുടെ വില 120 കൊടുക്കുക. 3 ഗുണിക്കണം 120 സമം 520 എന്ന് എഴുതാം. അപ്പോൾ 2x കൂട്ടണം 3 ഗുണിക്കണം 120 എന്നുള്ളതിന് പകരം 120നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 360 എന്ന് എഴുതാം. അപ്പോൾ 2x കൂട്ടണം 360 സമം 520. ഇതിൽ നിന്ന് 2x കണ്ടുപിടിക്കാം. 2x സമം 520ൽ നിന്ന് 360 കുറയ്ക്കാം. അപ്പോൾ 520ൽ നിന്ന് 360 കുറച്ചാൽ 160 എന്ന് കിട്ടും. 2x സമം 160. അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. x സമം 160 ഹരിക്കണം 2. 2 ഗുണിക്കണം x 120 ആയതുകൊണ്ട് x സമം 120 ഹരിക്കണം 2 x സമം 80 എന്ന് കിട്ടും. 160നെ 2 കൊണ്ട് ഹരിച്ചാൽ 80 കിട്ടുക. അതായത് x മധുര നാരങ്ങയുടെ വില. അപ്പോൾ നമ്മൾ എന്തെഴുതണം? മധുര നാരങ്ങയുടെ വില സമം 80 രൂപ എന്നും ആപ്പിളിൻ്റെ വില സമം 120 രൂപ എന്നും എഴുതുക. അടുത്ത ചോദ്യം നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 16 കണക്കാണ്. ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? അപ്പോൾ ഇതേപോലെയുള്ള ഒരു കണക്ക് കുറച്ചൊരു വ്യത്യാസത്തിൽ ആദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷെ പറഞ്ഞത് സമചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സമചതുരമാണ്, ഇവിടെയും സമഭുജ ത്രികോണം തന്നെയാണ്. അപ്പോൾ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യ ആയിരിക്കും, സമഭുജ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. പക്ഷെ ആദ്യത്തെ കണക്കിൽ പറഞ്ഞത് സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കണക്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ 1 മീറ്റർ നീളമുള്ള കമ്പിയാണ്, അതായത് കമ്പിയുടെ ആകെ നീളം 1 മീറ്ററാണ്. അത് മുറിച്ചിട്ട് ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും ആണ് ഉണ്ടാക്കുന്നത്. അതായത് സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, സമഭുജ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, സമചതുരത്തിൻ്റെ വശം നമുക്ക് എ എന്നെടുക്കാം, സമഭുജ ത്രികോണത്തിൻ്റെ വശം ബി എന്നും എടുക്കാം.
എക്സ് വൈ എന്ന് എടുത്താലും മതി. ഞാനിവിടെ എ എന്ന് എടുത്തു എന്നേ ഉള്ളൂ. സമചതുരത്തിൻ്റെ വശം 4a എന്ന് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് എ എന്നെടുത്തത്. സമചതുരത്തിൻ്റെ വശം എ എന്നും സമഭുജ ത്രികോണത്തിൻ്റെ വശം ബി എന്നും എടുക്കുക. കമ്പിയുടെ നീളം നമുക്കറിയാം, കമ്പിയുടെ ആകെ നീളം 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ വശങ്ങളും സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളും കൂടെ കൂട്ടിയാൽ 100 ആണല്ലോ കിട്ടുക. അപ്പോൾ സമചതുരത്തിൻ്റെ വശങ്ങൾ കൂട്ടിയാൽ 4a ആണ്. 4a കൂട്ടണം. സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങൾ 3b ആണ്. ഒരു വശത്തിൻ്റെ നീളം b ആയതുകൊണ്ട് 3 വശത്തിൻ്റെ നീളം 3b. അപ്പോൾ 4a കൂട്ടണം 3b സമം എന്തെഴുതാൻ പറ്റും? 100 സെൻറ്റിമീറ്റർ എന്നെഴുതാൻ പറ്റും. അതായത് കമ്പിയുടെ ആകെ നീളമാണ് 100 സെൻറ്റിമീറ്റർ. അതിനെയാണല്ലോ മുറിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 3a കൂട്ടണം 2b സമം 71 എന്നെഴുതാം. 3a കൂട്ടണം 2b സമം 71. ഇവിടെ നോക്കാം, 4a 3a 3b 2b ഒന്നും തുല്യമായിട്ടില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ നമ്മൾ തുല്യമാക്കണം. എന്നാൽ ആ ചരത്തിനെ നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഈ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിക്കുക. ഈ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിക്കുക. അതായത് ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും, 6b എന്ന് കിട്ടും. ഇവിടെ ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6b എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും തുല്യമാവും. അതുകൊണ്ടാണ് ഈ സമവാക്യത്തെ 2 കൊണ്ടും ഈ സമവാക്യത്തെ 3 കൊണ്ടും ഗുണിക്കുക. അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ 24 8a 23 6b 2 ഗുണിക്കണം 100 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതിനെ ഒന്നാമത്തെ സമവാക്യമാക്കി എടുക്കുക. പിന്നെ ഇതിനെ ഈ സമവാക്യത്തെ 3 കൊണ്ട് ഗുണിക്കുക. 3 9a 3 2 6b സമം 71നെ 3 കൊണ്ട് ഗുണിച്ചാൽ 213. അത് രണ്ടാമത്തെ സമവാക്യമാക്കി എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം കുറച്ചാൽ ഇവിടെ 0 കിട്ടും. പക്ഷേ ഇവിടെ 8a നിന്ന് 9a കുറയ്ക്കുന്നതിനേക്കാൾ നമുക്ക് സുഖം ഇതിൽ നിന്ന് അത് കുറയ്ക്കുന്നത്. അവിടെയാണല്ലോ വലിയ സംഖ്യ. രണ്ടാമത്തെ സമവാക്യത്തിലാണ് വലിയ സംഖ്യ 200 213. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് 2 കുറയ്ക്കണമെന്ന്, അതായത് രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കാം എന്ന് എഴുതിയത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സമവാക്യത്തെ ആദ്യം എടുത്തെഴുതാണ്. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇതിനെ ആദ്യം എടുത്തെഴുതി. അതിൻ്റെ അടിയിൽ ഈ ഒന്നാമത്തെ സമവാക്യം എടുത്തെഴുതി. 2ൽ നിന്ന് 1 കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ 9a നിന്ന് 8a കുറച്ചാൽ a. ഒരു എക്ക് a എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ 0 സമം 13 a സമം 13 എന്ന് കിട്ടി. a സമം 13 ആകുമ്പോൾ 4a, അതായത് സമചതുരത്തിൻ്റെ ആകെ 4 വശങ്ങളാണല്ലോ. 4a സമം 13 ഗുണിക്കണം 4 സമം 52. അതായത് സമചതുരം ഉണ്ടാക്കാൻ ആവശ്യമായ കമ്പിയുടെ നീളം 52 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബി കണ്ടുപിടിക്കാം. ഈ എയുടെ വില കിട്ടിയത് കൊണ്ട് ബി കണ്ടുപിടിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അതിലേ പോയി അത്രയും ദൂരം നമ്മൾ പോകേണ്ട ആവശ്യമില്ല. 4a സമം, അതായത് സമചതുരം നിർമ്മിക്കാൻ 52 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് ഈ 52 കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും ത്രികോണം നിർമ്മിക്കാൻ വേണ്ടത്. അപ്പോൾ 3b, അതായത് ത്രികോണത്തിൻ്റെ വശങ്ങളുടെ ആകെ നീളം സമം 100ൽ നിന്ന് ഈ 52 കുറച്ചാൽ കിട്ടും. 100 കുറയ്ക്കണം 52 സമം 48. സമചതുരം നിർമ്മിക്കാൻ 52 സെൻറ്റിമീറ്ററും ത്രികോണം നിർമ്മിക്കാൻ 48 സെൻറ്റിമീറ്ററുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതേണ്ടത് കമ്പി 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും ആയി മുറിക്കണം എന്ന് ഉത്തരത്തിൽ എഴുതാം.